ഹലോ ഫ്രണ്ട്സ്, വെറൈറ്റി ഹോം മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഫിഷ് വിത്ത് ബട്ടർ ക്രീം സോസിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് തയ്യാറാക്കാനായി ഞാൻ മീനെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് ഇതിലെ മുള്ളെല്ലാം മാറ്റിയിട്ടുണ്ട്. മുള്ള് മാറ്റി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ടിഷ്യൂ ഉപയോഗിച്ച് ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കാം. ഇനി ഇതിനകത്തിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരുപാട് മസാലകളുടെ ഒന്നും ആവശ്യമില്ല ഇതിന്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പം ഒന്നിച്ച് ഉപ്പിട്ട് ഒന്നും മിക്സ് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ മുള്ളെല്ലാം എടുത്തിട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ മിക്സ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ്. ഇനി ഇതിനകത്തോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഈ ഉപ്പും കുരുമുളകും പൊടി മാത്രമാണ് ഞാൻ ഈ മീനിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ആ മീനിൻ്റെ ആ ഒരു തനി ടേസ്റ്റ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇനിയും ഈ ഉപ്പും ഈ ഒരു കുരുമുളക് പൊടിയും തന്നെ ഇതിൻ്റെ നമ്മളത് മറിച്ചിട്ടിട്ടും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് പുരട്ടി കുറച്ച് സമയം ഈ ഒരു ഉപ്പും കുരുമുളക് പൊടി ഇതിലൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനൊന്ന് കുറച്ച് നേരം വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ ഒരു സോസ് തയ്യാറാക്കണം. നമുക്കിനി ആ സമയത്തേക്ക് നമുക്ക് ഒന്ന് സോസ് തയ്യാറാക്കാം. ഒരു കുടം വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു വലിയ വെളുത്തുള്ളി എല്ലാം തൊലി കളഞ്ഞെടുത്ത് ഞാനിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിൽ ഞാൻ ബട്ടറാണ് ഒഴിച്ചിരിക്കുന്നത്. ബട്ടറാണ് ഇട്ടിരിക്കുന്നത്. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ഫ്രൈ ചെയ്യുന്നത് ബട്ടറിലാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പം ബട്ടറിൽ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങ് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഫ്രൈ ചെയ്യുമ്പോഴേ നമ്മൾ ബട്ടറിൽ ഫ്രൈ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. അല്ല നിങ്ങൾക്ക് ബട്ടറിൽ ഫ്രൈ ചെയ്യാൻ എന്നത് ഇഷ്ടമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ ഇതിൽ പകരം ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം. നമ്മൾ ഈ ഓയിൽ ഉപയോഗിക്കുമ്പോൾ അതിനകത്തിൽ നമുക്ക് ബട്ടറിൻ്റെ ഒരു ഫ്ലേവറിനായിട്ട് കുറച്ച് ബട്ടർ ചേർക്കാം. നമ്മൾ ഈ വേറെ വെളിച്ചെണ്ണ എന്തായാലും ഉപയോഗിക്കരുത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റിന് മാറ്റം, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ല ബട്ടർ മൊത്തത്തിൽ നമുക്ക് ഈ ബട്ടറിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്ക് ഇതെല്ലാം നന്നായിട്ട് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. നമുക്കിതെല്ലാം ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒരു പ്ലേറ്റിലോട്ടൊന്ന് ഒന്ന് കോരിയെടുക്കാം. ഞാനിതിപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട്. അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ ബട്ടർ ചേർക്കാം. ബട്ടറൊക്കെ ഓപ്ഷനിലാണ്. നമുക്ക് ബട്ടറിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടെ ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു വെളുത്തുള്ളിയും കൂടി ഇതിനകത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഇതിനകത്തിൽ ഈ ഒരു ബട്ടറിനകത്തിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ തന്നെ നല്ലൊരു ഫ്ലേവറാണ്. ഈ ഒരു ബട്ടറിനകത്തിൽ ഈ ഒരു വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുന്ന ഈ ഒരു ഫ്ലേവറാണ് ഈ ഒരു സോസിൻ്റെ ഒരു മെയിൻ ഫ്ലേവറിലുള്ളതെന്ന് തന്നെ പറയാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റ് വൈനാണ്. വൈറ്റ് വൈൻ ഇല്ല എങ്കിൽ നമുക്ക് ആപ്പിളിൻ്റെ വൈനായാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ഇതിനകത്തിൽ നമ്മൾ ഇത് ചേർക്കുമ്പോൾ ഇതിനകത്തിൽ ഒരു ബബിൾസൊക്കെ വരും. ഈ ബബിൾസൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ചൂടാക്കുക. അതിന് ശേഷം ഇതിനകത്തിലോട്ട് നമുക്ക് നാരങ്ങയുടെ നീരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പുളിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു നാരങ്ങയുടെ നീര് ചേർക്കുന്നത്. ഞാനൊരു നാരങ്ങയുടെ പകുതി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ക്രീമാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ ഈ ഒരു ക്രീം മൊത്തത്തിൽ ആ ഒരു ബോട്ടിൽ മൊത്തത്തിൽ ഇതിനകത്തിലോട്ട് ചേർക്കുന്നുണ്ട് ഈ ഒരു സോസ് തയ്യാറാക്കുന്നതിനായിട്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അതിനകത്തിൽ വൈനും എല്ലാം ചേർത്തിട്ടുണ്ട്, നാരങ്ങയുടെ നീരും ഒക്കെ ചേർത്തിട്ടുണ്ട്, ബട്ടറും എല്ലാം കൂടെ നന്നായിട്ട് ഈ ക്രീമിൽ നന്നായിട്ട് ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലോട്ട് ഇതൊന്ന് ആകണം. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു കൺസിസ്റ്റൻസി ഇതിലോട്ടാകുന്നതിനായിട്ട്. ഇനി അതിനകത്തിലോട്ട് ഞാൻ ഓറഞ്ചിൻ്റെ
തൊലി ഗ്രേറ്റ് ചെയ്തും കൂടെ ചേർക്കുന്നുണ്ട്. ഒരുപാടല്ല, കുറച്ച് അന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടായാലും ഒരു കയ്പ്പ് രസം ഉണ്ടാകും. അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ തൊലി ചേർക്കുന്നത് ഓപ്ഷണലാണ്. അപ്പം ഞാനൊരു ചെറിയ അളവിൽ ഓറഞ്ചിൻ്റെ തൊലി കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം അതിന് ശേഷം ഞാനൊരു ഓറഞ്ച് എടുത്തൊന്ന് കട്ട് ചെയ്യുക. അതിൻ്റെ നേരെ പകുതി എടുത്തിട്ട് അതിനകത്ത് നിന്ന് കുറച്ച് അതിൻ്റെ ഓറഞ്ചിൻ്റെ നീരും കൂടെ ഇതിനകത്തിലൊന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഓറഞ്ചിൻ്റെ ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ല ഒരു മണമാണ്. അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് മല്ലിയില നന്നായിട്ടൊന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ഈ ഒരു മല്ലിയിലയൊക്കെ കൂടെ ഇട്ട് ഈ ഒരു സോസ് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഈ ഒരു കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഈ ഒരു മല്ലിയില, അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സോസ് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനെല്ലാം നമുക്ക് ഈ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ സോസിലോട്ടൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഞാനപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് നമ്മുടെ മീനെല്ലാം ഒന്ന് എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് ഞാനിതൊന്ന് ഈ ഒരു സോസ് ഒഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു മീൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ സാധാരണ മീൻ കറിയൊക്കെ കഴിക്കുന്ന പോലല്ല, ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് അല്ലേ. അപ്പം ഞാൻ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഓറഞ്ച് ഒന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങളുടെ ഓപ്ഷനിലാണ് കേട്ടോ. അപ്പം ഞാനിതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഫിഷ് വിത്ത് ബട്ടർ ക്രീം സോസ് തയ്യാറായിട്ടുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതൊരു വ്യത്യസ്ത ടേസ്റ്റ് തന്നെയാണ്. ഈ ഒരു സോസിൽ ഈ ഒരു ഫിഷ് നമ്മൾ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ആയിട്ടും ഇല്ല, ഷാലോ ഫ്രൈ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് തന്നെ. അപ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ്സിൽ ഈ ഒരു സോസും കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.